ഒരു എൻഫീൽഡ് കൊണ്ട് ഇങ്ങനെ പോവാണ്. നേരെ ഓപ്പോസിറ്റ് ഒരു ലോറി വരും. രാവിലെ തന്നെ ജിം വർക്കാൻ പറഞ്ഞാൽ ആ ലോറി ഇങ്ങനെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ ഇടിക്കാൻ വരുമോ. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത് നമുക്ക് അവിടെ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു കൊക്കയാണ്, അങ്ങോട്ട് പോകാം. ഞാൻ ആ കൊക്കയിലേക്ക് പോയി. ആ മരത്തെ കൊണ്ട് ഇടി കൊടുത്തിട്ട് ആ കൊക്കയിലേക്ക് ഞാൻ പോയി. അതായത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് വീണത് ശരിക്കും വലിയൊരു പാറക്കല്ലിന്റെ ജസ്റ്റ് സൈഡിലാണ് ചെന്ന് തെറിച്ച് വീണത്. ആ ചെടിയും പക്ഷെ എന്നാലും ഉണ്ട്. എനിക്കിവിടെ നല്ല ഇഞ്ചുറി വന്നു, കാരണം എൻ്റെ പിന്നെ കൈ പൊക്കാൻ പറ്റില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അവിടെ വീണിടന്നിട്ട് സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് നേരെ വെളുത്തപ്പോൾ അത് ഞാൻ ബോധം കിട്ടുപോയി. അതായത് ആ സമയത്ത് നമ്മൾ വീണു, ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ അവിടെ കിടന്നോട് ഉറങ്ങിയെന്ന് വെച്ചാൽ മയങ്ങിപ്പോയി. ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ, കൈ കാലൊക്കെ അനക്കാൻ പറ്റില്ല. നേരെ വെളുത്തപ്പോൾ ഞാൻ കാണണമെന്നറിയുമോ, നമ്മുടെ തലയുടെ മുകളിൽ ഒരാളിങ്ങനെ വന്ന് നിൽക്കുക. വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വന്ന് നിന്നിട്ട് പറയാം, ഇങ്ങനെ ആളിങ്ങനെ നോക്കിയിട്ട് പറയാം, അവരെ നോക്കിയിട്ട് പറയാം, ചത്തിട്ടില്ല എന്ന് പറയാം. അതായത് ഞാൻ മരിച്ചിട്ടില്ല, ബൈക്കൊക്കെ അവിടെ കിടക്കണോ, മരിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ആൾക്കാരെ കൊണ്ടൊന്ന് കയറ്റിക്കൊണ്ടുപോയി, മുകളിൽ കയറ്റിക്കൊണ്ടുപോയി. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇനി നീ ഇങ്ങനെ ബോഡി ബിൽഡിംഗ് ഒന്നും ചെയ്യരുത്, കൈ ഷോൾഡറൊക്കെ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയണം. ഭയങ്കര സങ്കടമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുപ്രായം, നമുക്ക് മര്യാദയ്ക്ക് വർക്കിന് പോകാൻ പറ്റില്ല. അപ്പോഴും ഞാൻ ഈ കപ്പലിൻ്റെ റൂബിക്ക അങ്ങനെയൊക്കെ പിന്നെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം വർക്കിന് പോകാൻ പറ്റുന്ന സിറ്റുവേഷനായി, മിഷൻസ് ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി.